അരുൺ അമർനാഥാണ് നമുക്കിപ്പം ഉള്ളത്. അരുൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നിപ്പോൾ പരിഷ്കരണം നടപ്പാക്കുന്ന സമയത്ത് പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ? ഡ്രൈവിംഗ് ഈ സ്കൂൾ ഉടമകളൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധമൊക്കെ അറിയിച്ചിട്ടുണ്ട്. CITU വിട്ടു നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അരുൺ? സേതു തുടക്കത്തിൽ പറഞ്ഞ നമ്മൾ ഈ തമാശക്കൊക്കെ പറയും, എച്ചെടുക്കും. ആദ്യത്തെ കമ്പി കാണുമ്പോൾ അങ്ങോട്ട് ഓടിക്കുക, രണ്ടാമത്തെ കമ്പി കാണുമ്പോൾ ഇങ്ങോട്ടേക്ക് ഓടിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പറയും. അതാണ് ഈ ഒരു ഇതിൽ മാറ്റം വരണം എന്നുള്ളത് തന്നെയാണ്, ആ ഒരു ടെസ്റ്റിൽ മാറ്റം വരണം എന്നുള്ളത് തന്നെയാണ് പല ഡ്രൈവിംഗ് സ്കൂളുകൾ ഉൾപ്പെടെ അംഗീകരിക്കുന്ന കാര്യം. പക്ഷേ അത് എങ്ങനെ നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാവർത്തികമായി പലതും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി ഇവർ ഉന്നയിക്കുന്നത്. പ്രധാനമായും അങ്ങനെ ടെസ്റ്റിൽ മാറ്റം വരണമെന്ന് പറയുമ്പോഴും അങ്ങനെ സജ്ജീകരിച്ച ഒരു ഗ്രൗണ്ട് പോലും നിലവിലില്ല. ആകെ ഒരു ഗ്രൗണ്ട് എങ്ങാനും മാവേലിക്കരയിലുള്ള ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് മാത്രമാണ് അത്തരത്തിൽ പുതിയ രീതിക്കായി സജ്ജീകരിച്ച ഒരു ഗ്രൗണ്ട് ഉള്ളത്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം സേതു തുടക്കത്തിൽ പറഞ്ഞാണ്, നമ്മളൊക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ, ഞാനൊക്കെ 18 വയസ്സ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അപേക്ഷ കൊടുത്ത ആളാണ്. അപ്പോൾ അങ്ങനെ 18 വയസ്സ് കഴിഞ്ഞ് എത്ര അപേക്ഷകൾ വരുന്നുണ്ടാവും? ആകെ 180ഓളം ടെസ്റ്റുകളാണ് ഒരു ദിവസം ഇവിടെ നടക്കുന്നത്. അത് വെറും ഒരു 30ലേക്ക് ചുരുങ്ങുകയാണ്. അതും 20 ആളുകളാണ് പുതിയതായിട്ട് വരുന്നത്. 10 ആൾക്കാർ ആദ്യം പരാജയപ്പെട്ട് വീണ്ടും രണ്ടാമത് ടെസ്റ്റിനായി എത്തുന്ന, അങ്ങനെ 30 ആൾക്കാർ. അപ്പം അത് വലിയ രീതിയിൽ എന്താ പറയുക, ഈ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഈ ആളുകളുടെ എണ്ണം കുറയ്ക്കേണ്ട ആവശ്യം, ടെസ്റ്റിലെ പരിഷ്കരണം വരുമ്പോഴും ഈ ആളുകളുടെ എണ്ണം കുറയ്ക്കേണ്ട ആവശ്യം എന്ത്? രണ്ടാമത്തെ ചോദ്യം. ഒപ്പം തന്നെ ഈ GPS-ഉം ക്യാമറയും CCTV ക്യാമറയും കാറിൽ സംഘടിപ്പിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകളോടുള്ള നിർദ്ദേശം. അപ്പോൾ അവർ പറയുന്നത് സർക്കാർ തന്നെ അങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ അത് ഉപകാരപ്പെടുമായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സർക്കുലറിലുള്ളത്. അപ്പോൾ അതിനെ ഒരു കൗതുകരമായി തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ മാറ്റങ്ങൾ വരണം, പക്ഷെ അത് പ്രായോഗികമായി നടക്കുമ്പോൾ അത്ര സിസ്റ്റമാറ്റിക് ആയിരിക്കണ്ടേ, അങ്ങനെയല്ല എന്നുള്ളൊരു ആവശ്യമാണ്, അതിലുള്ളൊരു പ്രതിഷേധമാണ്. അത് ഇനി അനിശ്ചിതകാലത്തേക്ക് തുടരും എന്നുള്ളത് തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ എന്തായാലും അറിയിക്കുന്നത്. സേതു.